നമസ്കാരം, വെട്ട ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. അറബിക്കടലോരത്തെ ഫുട്ബോൾ പ്രേമികൾക്ക് ഇനി കാൽപന്തിന്റെ നീലക്കടലിരമ്പെത്താനുള്ള കാത്തിരിപ്പ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളിലായി മാറിമറിഞ്ഞ അനിശ്ചിതത്വത്തിനൊടുവിൽ ഓഗസ്റ്റ് 23 ശനിയാഴ്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ഫുട്ബോൾ പ്രേമികൾക്ക് നേരം പുലർന്നത് ആ വാർത്തയുമായാണ്. ഇന്നലെ രാത്രിയാണ് അറിയിപ്പ് ഔദ്യോഗികമായി വന്നതെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു. ആവശ്യ സാധനങ്ങളുടെ അനുദിനമുള്ള വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ അടിയന്തരമായി വിപണിയിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ തിരൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബസ് സ്റ്റാൻഡിൽ സായാഹ്ന ധർണ നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്തിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും മുസ്ലിം ലീഗ് അഴിമതിക്കെതിരെ CPIM ഒഴൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. നിരവധി പ്രവർത്തകർ പങ്കാളികളായി. തിരുനാവായ നവാമുകുന്ന ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർ ഉപയോഗിക്കുന്ന വെള്ളം ശുചീകരിക്കുന്ന സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രവർത്തനം തുടങ്ങി. പ്രതിദിനം 40,000 ലിറ്റർ വെള്ളം ശുചീകരിക്കാൻ ശേഷിയുള്ള പ്ലാന്റ് 1.5 കോടി രൂപ ചിലവിലാണ് നിർമ്മിച്ചത്. തിരുവസന്തം 15 നൂറ്റാണ്ട് എന്ന പ്രമേയം ആസ്പദമാക്കി സുന്നി മഹല്ല് ഫെഡറേഷൻ തിരൂർ മേഖലാ കമ്മിറ്റി തിരൂരിൽ മീലാദ് വിളംബര റാലിയും പൊതു സദസ്സും സംഘടിപ്പിച്ചു. തിരൂർ റിംഗ് റോഡ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റാലി നഗരം ചുറ്റി വാഗൺ ട്രാജഡി ടൗൺ ഹാൾസ് പരിസരത്ത് സമാപിച്ചു. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ട് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തിരൂർ ഏരിയ കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. താനൂർ മണ്ഡലത്തിലെ ഒഴൂരിലെ CHMK ഗവൺമെന്റ് കോളേജിൽ നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ന്യൂനപക്ഷ ക്ഷേമ കായിക വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു. പ്രദേശത്തെ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നതെന്നും നിലവിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ ക്യാമ്പസ് കെട്ടിടത്തിൽ നവംബർ മാസത്തോടെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കായി ക്ലാസ് തുടങ്ങാനാണ് ശ്രമമെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. 2025 പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസർമാർക്ക് ലഭിച്ച അപേക്ഷകൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനാൽ അവധി ദിവസങ്ങളിലും സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിൽ, മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫീസുകൾ എന്നിവ തുറന്നു പ്രവർത്തിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. തിരുനാവായ ഗ്രാമപഞ്ചായത്തിനെ ഇനി മാമ്പറ്റ ദേവയാനി നയിക്കും. കഴിഞ്ഞ ദിവസം ചേർന്ന കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ദേവയാനിയെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുത്തു. മുസ്ലിം ലീഗിലെ ആയപ്പള്ളി ഖദീജ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും കോൺഗ്രസിലെ KT മുസ്തഫ വൈസ് പ്രസിഡന്റ് സ്ഥാനവും കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു. ഇരുട്ടിന്റെ മറവിൽ റോഡരികിൽ കക്കൂസ് മാലിന്യം തള്ളി സാമൂഹ്യ വിരുദ്ധർ. താനൂർ മുക്കോലക്കും സ്കൂൾ പഠിക്കും ഇടയിലാണ് റോഡരികിലെ വയലിൽ മാലിന്യം തള്ളിയത്. പ്രദേശത്ത് അസഹ്യമായ ദുർഗന്ധം വമിച്ചതോടെയാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഏറെ കാത്തിരിപ്പുകൾക്ക് ശേഷം പനമ്പാലം അപ്രോച്ച് റോഡ് നിർമ്മാണം പൂർത്തിയാവുന്നു. പാലം ഉദ്ഘാടനം കഴിഞ്ഞിട്ടും അപ്രോച്ച് റോഡ് നിർമ്മാണം പൂർത്തിയാവാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വന്നിരുന്നത്. തിരൂർ പോലീസ് ലൈൻ പൊന്മുണ്ടം ബൈപ്പാസിൽ ചെറിയമുണ്ടം കൊട്ടിരത്തറ മഞ്ഞക്കടവ് പാലം യാഥാർത്ഥ്യത്തിലേക്ക്. പാലം പ്രവൃത്തി ഉദ്ഘാടനം 23-ന് നടക്കും. താനൂർ തിരൂർ മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ച് തിരൂർ പുഴയിൽ നിർമ്മിക്കുന്ന കോട്ടിലത്തറ പാലം തിരൂരിലെയും തലക്കടുത്തൂരിലെയും വൈലത്തൂരിലെയും ഗതാഗത കുരുക്കിന് വലിയ പരിഹാരമാണ്. ഓണക്കാലമായിട്ടും പഴത്തിന് ആവശ്യക്കാരില്ലാത്തതിൽ പഴവ്യാപാരികൾക്ക് ആശങ്ക. ചിങ്ങം പിറന്നിട്ടും നേന്ത്രപ്പഴത്തിന് പോലും കാര്യമായ ആവശ്യക്കാരില്ലാത്ത സ്ഥിതിയിലാണ്. ചിങ്ങമാസം തുടങ്ങിയതിനാൽ നേന്ത്രപ്പഴത്തിന് 65 രൂപയെങ്കിലും വിലയുണ്ടാകേണ്ടതാണെന്ന് വ്യാപാരികൾ പറയുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.